തിരുവാഭരണ ഘോഷയാത്രയുടെ കുറച്ച് കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങിയതാണ്. കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിൽ മകരവിളക്ക് ഉത്സവ സമയത്ത് ചാർത്തുന്നതിനായിട്ടുള്ള ആടയാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള യാത്രയാണ് തിരുവാഭരണ ഘോഷയാത്ര. ഐതിഹ്യപ്രസിദ്ധമായ പന്തളത്തിലാണ് ഈ ആടയാഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. പന്തളത്തു നിന്നും 83 കിലോമീറ്റർ ദൂരമുള്ള തിരുവാഭരണ പാതയിലൂടെയാണ് തിരുവാഭരണം ശബരിമലയിൽ എത്തിക്കുന്നത്. നമ്മളിന്ന് കുത്തുകല്ലിങ്കപ്പടി, മന്ദിരം, ഇടക്കുളം ഭാഗത്തെ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇടക്കുളത്ത് തിരുവാഭരണം നമ്മളെ തുറന്നു കാണിക്കുമെങ്കിലും നിലവിലിപ്പോൾ അതിന്റെ വീഡിയോയും ഫോട്ടോയും ഒന്നും എടുക്കാൻ അനുവദിക്കുകയില്ല. പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ വലിയ കോയിക്കൽ ശാസ്താ ക്ഷേത്രത്തിൽ നിന്നുമാണ് തിരുവാഭരണ ഘോഷയാത്ര ഈ പാതകളിലൂടെ കടന്നു പോകുന്നത്. കൈപ്പുഴ, കുളനട, ഉള്ളന്നൂർ, പറയങ്കര, കുറിയാനിപ്പള്ളി, കൂടുവെട്ടിക്കൽ, കാവുംപടി, കിടങ്ങന്നൂർ, ആറന്മുള വഴി ആദ്യം തിരുവാഭരണം പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് അടുത്ത ദിവസം അയിരൂർ, പേരുച്ചാൽ, കീക്കൊഴൂർ, ആയിക്കൽ, പുളിക്കമൂഴി, കുത്തുകല്ലിങ്കപ്പടി, മന്ദിരം, ഇടക്കുളം, വടശ്ശേരിക്കര, മാടമൺ, പെരുന്നാട്, പുതുക്കട വഴി പ്ലാഹയിൽ എത്തുകയും ചെയ്യുന്നു. അടുത്ത ദിവസം അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്ന് പ്ലാപ്പള്ളി, ഇലവുങ്കൽ, നിലയ്ക്കൽ, അട്ടത്തോട്, കൊല്ലമൂഴി, വെള്ളച്ചിമല, ഏറ്റപ്പെട്ടി, ഓളിയമ്പുഴ, വലിയനാവട്ടം, ചെറിയനാവട്ടം, നീലിമല, അപ്പാച്ചിമേട്, ശരംകുത്തി വഴി ശബരിമല സന്നിധാനത്തിൽ എത്തിച്ചേരും. ഇങ്ങനെ എത്തുന്ന ആടയാഭരണങ്ങൾ മകരവിളക്ക് ദിവസം സന്ധ്യാദീപാരാധനയിൽ അയ്യപ്പനെ അണിയിക്കുകയും ചെയ്യും.
തിരുവാഭരണ ഘോഷയാത്രയുടെ കുറച്ച് കാഴ്ചകളായിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.